ഹായ്. ഇന്ന് ചില ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കണേ. ഇത് കണ്ടോ, ജമന്തിപ്പൂവാണേ. എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇത് 60 രൂപയ്ക്ക് മേടിച്ചതാണ്. മണ്ണൂത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനെ വേറെ ഒരു ചട്ടിയിലോട്ട് റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ തൈകളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുണ്ട് മുരിങ്ങ കായിട്ട് മുളപ്പിച്ചതാണ്. അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് കൊടുത്തുന്ന വിത്ത. അവിടെയുള്ള ഇതാണ്. ഇവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണം. അപ്പോൾ കുറേ തൈകളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് കൊടുത്തു. ഞാനൊരു തൈ, എനിക്കിവിടെ സ്ഥലമില്ലാത്ത ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടേ, ഇത് മുറുകൂടി എന്ന് പറയുന്നൊരു ചെടിയാണ്. ഒരല്പം വലിയ ചെടിയാവും കേട്ടോ. ഇപ്പോഴേ അതിൻ്റെ തണ്ട് ഇത് ഇപ്പോൾ ഞാൻ കൊണ്ടിട്ടിട്ട് രണ്ടാഴ്ച എടുത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ, ഇപ്പോഴേ അതിൻ്റെ സ്റ്റമ്മൊക്കെ ഉണ്ടല്ലോ, ചില വണ്ണത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ചെടിയാവും ഇത്. കുറച്ച് വലിയ മരമൊന്നും ആകത്തില്ല. അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവിടെ കുറേ കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മുളപ്പിച്ച് നോക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടെല്ലാം ഒടിക്കുമ്പോൾ ഒരുതരം പശയുണ്ട്, കറയുണ്ട്. ആ കറ പുരട്ടുകയാണെങ്കിൽ ആ മുറിവ് ഉണങ്ങുമെന്നാണ് പറയുന്നത്. ഇത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മേടിച്ച പുതിനയാണ് ഉണ്ടല്ലേ. അതിൻ്റെ ആ ഇലയെല്ലാം പറിച്ചെടുത്ത് തണ്ട് കുഴിച്ചിട്ടതാണ്. കണ്ടോ, കണ്ടല്ലേ. ഈ തണ്ട് കുഴിച്ചിട്ടപ്പോൾ ഇത്രയും ഉണ്ടായി കേട്ടോ. നല്ല നമുക്ക് പുതിന പുറത്തുനിന്ന് മേടിക്കണ്ട. ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിക്കോളൂ, ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കോളൂ. ഞാൻ നേരത്തെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് അല്ലല്ലേ, ഇതൊരു ചൈനീസ് ഫുഡിൽ ഇടുന്ന ഒരു വെജിറ്റബിളാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ചെറിയ സ്മെല്ലുണ്ട്. ഈ തണ്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ട് ഈ സ്റ്റമ്മ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. തണ്ട് അത് ഇതിൻ്റെ കണ്ടിച്ച് പച്ചക്കറിക്കകത്ത് ഇടും. ഇതിൻ്റെ പേര് സെല്ലറിയാണ്. സെല്ലറി. ഇതിപ്പോൾ തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നൊക്കെയാണ് ഉണ്ടാകുന്നു വരുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ കട മുറിച്ച് നട്ടപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ആഴ്ചയായി. 1.5 ആഴ്ച കൊണ്ട് അതിങ്ങനെ വളർന്നു വന്നു കേട്ടോ. ഇതിന് തന്നെ വേറൊരു അടുത്ത് കൊണ്ടുവന്ന് മേടിച്ചതിൻ്റെ ഇത് കണ്ടല്ലേ, തണ്ട് മുറിച്ച് നട്ടിട്ടുണ്ട്. കണ്ടോ, തണ്ട് ഉണ്ടായി വരുന്നുണ്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് ഇതിങ്ങനെ പൊങ്ങി പോന്ന് വന്നോളും. 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പറിച്ചതിന് കറി വയ്ക്കാം. മറ്റേ ഇതിനകത്ത് ഇടാം, ഫ്രൈഡ് റൈസിനകത്ത് ഇടാം. പിന്നെ വേറെ വെജിറ്റബിൾസൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലേ, അടിപൊളി കളർ മധുരക്കിഴങ്ങ്. ആദ്യമായിട്ട് ഈ ഇലയുള്ള ഞാൻ മധുരക്കിഴങ്ങ് കാണുന്നത്. ഇത് ഒരു ഡ്രമ്മ് മുറിച്ചിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ ഇലകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. ഇപ്പോൾ നട്ടതേ ഉള്ളൂ. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണോ ഒന്ന് പരീക്ഷിക്കണം. അത്തിപ്പഴം ഉണ്ടായി വരുന്നുണ്ടേ. 2-3 കായ് കിട്ടിയായിരുന്നില്ല. അന്ന് മേടിച്ചപ്പോഴേ കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് ഇതുണ്ടാകുന്നുണ്ട്. അതും ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. വലിയൊരു മരം ആകുന്നേ. അത് 5 എന്ന് പറയും. നല്ല വിലയുള്ള ഇതാണ്. പിന്നെ അമ്പഴങ്ങ ഇങ്ങനെ കൊലകുത്തി കിടക്കുന്നുണ്ട്. പറിച്ച് ഇത് അച്ചാറിട്ടാനുള്ള നടക്കത്തുള്ളൂ എന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറെ ഇതൊന്നും വരുന്നില്ല. ഇത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇത് പറിക്കണോ ഇത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളും കേട്ടോ.